ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. GK വേൾഡ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പേര് ശിൽക. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10th പ്രിലിംസ് കഴിഞ്ഞ 10th പ്രിലിംസിലെ ആദ്യഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധ വിവരങ്ങളുമായിരുന്നു. ഇനിയൊരു അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ വിവരങ്ങളും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമേത്? ആൻസറായിട്ട് വരുന്നത് ബ്രസീൽ. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് റഷ്യ, സെക്കൻഡ് കാനഡ, 3 ചൈന, 4 USA, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 9. അതിൽ കരാതിർത്തി പങ്കിടുന്നത് 7. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ആൻസർ ബി, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇന്ത്യയുടെ കരാതിർത്തി 15,106.7 കിലോമീറ്റർ. കടൽത്തീര ദൈർഘ്യം 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3,214. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ആൻസർ കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മസൂറി. ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന ഊട്ടി. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. കായലുകളുടെ റാണി ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ആൻസർ വരുന്നത് നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദി സിന്ധു. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയും നർമ്മദ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്ന നദി നർമ്മദ. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി നർമ്മദ. മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നർമ്മദ നദിയിലാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നദീതീരം നർമ്മദ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആൻസർ സി, സിന്ധു. ഹിമാലയൻ നിരകളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദി സിന്ധു. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി രാംഗംഗ. അടുത്ത ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തതാണ്? ആൻസർ എ, അറബി. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ.
മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. അന്തരീക്ഷത്തിലെ ജലകണികകൾ ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസം വർഷണം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം. അടുത്ത ചോദ്യം, കാൽബൈശാഖി എന്നത്? ആൻസർ എ, കാറ്റ്. വേനൽക്കാലത്ത് അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടു കൂടിയ പേമാരിയാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ആൻസർ കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ചോദ്യം, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ? ആൻസർ സി, വാസ്കോ ഡ ഗാമ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശി അറബികൾ. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഹിച്ച്. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികർ ആരാണ്? അൽവാരോ ഹെൻഹോവ്. കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് കബ്രാൾ. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി AD 52 കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരി സെന്റ് തോമസ്. കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരി അഗതനേഷ്യസ് നികിതൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. അടുത്ത ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ആൻസർ 1858. ഒന്നാം സ്വാതന്ത്ര്യ സമയത്തെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാൻ. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. അടുത്ത ചോദ്യം, ഏത് ഗവർണറിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി വച്ചത്? ആൻസർ വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച സംസ്ഥാനം? ആൻസർ ബ്രഹ്മസമാജം. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആൻസർ 1815. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി? ആൻസർ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയും ചൈനയും
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൊവിൻല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം ചേരിചേരാ നയം. അടുത്ത ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി? ആൻസർ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി പദവി വഹിച്ച വ്യക്തി, തുടർച്ചയായി 2 തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി VV ഗിരി. 3-ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇതോടെ ഈ ഒരു സെഷൻ അവസാനിക്കുകയാണ്. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൺഅക്കാദമി ആപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ലേണിംഗ് ആപ്പാണ് അൺഅക്കാദമി ആപ്പ്. അൺഅക്കാദമി ആപ്പ് കേരള PSCയുടെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പുതുതായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ലഭിക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് നേരിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാവുന്നതാണ്. അൺഅക്കാദമി ആപ്പ് ബാച്ച് വൈസ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 150 ദിവസത്തെ ജേതാവ് എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ടാവുന്നുണ്ട് LP UP എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 31. ആരംഭം എന്നു പേരുള്ള 55 ദിവസത്തെ ഒരു ബാച്ച് 10th ലെവൽ പ്രിലിംസിന് വേണ്ടി മാർച്ച് 21 ആരംഭിച്ചു. ദൗത്യം എന്നു പേരുള്ള 150 ദിവസത്തെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് മാർച്ച് 23 ആരംഭിച്ചു. അറിവ് എന്ന പേരിൽ 150 ഡേ കംപ്ലീറ്റ് ബാച്ച് SCRTCക്ക് വേണ്ടിയിട്ട് മാർച്ച് 16 ആരംഭിച്ചു. ദൗത്യം 150 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ഒരു കോഴ്സാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളത്. മാർച്ച് 9 ആരംഭിച്ചു. ആരംഭം 100 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ബാച്ചാണ് മാർച്ച് 2 ആരംഭിച്ചു. ദൗത്യം 150 ദിവസത്തെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഫെബ്രുവരി 24 ആരംഭിച്ചു. ഉയരെ 150 ദിവസത്തെ ഒരു KSന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന ബാച്ചാണ് ഫെബ്രുവരി 10 ആരംഭിച്ചത്. ബെവ്കോ LDക്ക് വേണ്ടി 100 ദിവസത്തെ ജേതാവ് എന്ന പേരിൽ ഒരു കംപ്ലീറ്റ് ബാച്ചുണ്ട്. ആരംഭിച്ചത് 5 ജനുവരിയിലാണ്. അറിവ് എന്നൊരു ബാച്ച് 120 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ബാച്ചാണ് SCRTCക്കുള്ളത്. ആരംഭിച്ചത് ജനുവരി 19. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. കാരണം ഇന്നത്തെ റേറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ ലഭിക്കുന്നതല്ല. ഏപ്രിൽ 1 മുതൽ അൺഅക്കാദമിയുടെ ഫീസ് റേറ്റൊക്കെ കൂടുകയാണ്. അപ്പോൾ മറക്കാതെ
നിങ്ങൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു അൺഅക്കാദമി ആപ്പിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഇന്നത്തെ ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് നാളെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതല്ല, നാളെ പ്രൈസ് ഹൈക്കാവുന്നതാണ്. അതുകൊണ്ട് താല്പര്യപ്പെടുന്നവർ ഇന്നു തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് കൂപ്പൺ കോഡിൽ ഷാഫി II എന്ന കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.